സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we have discussed almost all the terms which are there in a true solution. ഒരു ട്രൂ സൊല്യൂഷനിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലെ ടേംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് another ഗ്രൂപ്പ് ഓഫ് സൊല്യൂഷൻ. ഒരു അടുത്ത ഗ്രൂപ്പ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയാം. ദേ കോൾഡ് ആസ് കൊളോയിഡൽ സൊല്യൂഷൻ. എന്താ പറയുന്നത്? കൊളോയിഡൽ സൊല്യൂഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇതൊക്കെ, കാരണം ഇതൊക്കെ എങ്ങനെയും ചോദിക്കാം ഡിഫറെൻറ്റ് വേ, ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ്. സോ യു ഷുഡ് നോ ദി പ്രോപ്പർ ബേസ്. നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ വി ക്യാൻ ആൻസർ എനി ക്വസ്റ്റൻ വിച്ച് ഇസ് ഗിവൺ ഇൻ ദിസ് ഏരിയ. സോ ഫോർ ദാറ്റ് വാട്ട് ഇസ് കൊളോയിഡൽ സൊല്യൂഷൻ? അതിന് ഞാനൊരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ് കേട്ടോ. ദിസ് യു ക്യാൻ ഡു ഇൻ യുവർ ഹോം. We are taking two transparent glasses in which we have taken, in one glass I have taken salt solution. ഒന്നിൽ ഞാനൊരു കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണ്. സെക്കൻഡ് വണ്ണിൽ ഐ എം ടേക്കിംഗ് മിൽക്ക്, നമ്മുടെ നോർമൽ മിൽക്ക് എടുത്ത്. സോ ലുക്കിംഗ് അറ്റ് ടു സൊല്യൂഷൻ വി ഫീൽ ദാറ്റ് ബോത്ത് ആർ ഹോമോജീനിയസ് അല്ലേ? രണ്ടാളും ഹോമോജീനിയസ് ആണ്. മിൽക്ക് എടുത്താൽ നല്ല പ്യോർ വൈറ്റ് ആയിട്ടാണ്, അതിലൊരു പാർട്ടിക്കിൾസും എനിക്ക് കാണുന്നില്ല. സെയിം ലൈക്ക് ഇപ്പം ഞാനിതിൽ കൂടെ ഒരു ടെസ്റ്റ് ട്യൂബ്, ഒരു ബീക്കറും കൂടെ എടുക്കാം. നമുക്ക് മഡിൻ്റെ സൊല്യൂഷനും എടുക്കാം കേട്ടോ. മഡിൻ്റെ സൊല്യൂഷനും എടുത്തു. മഡ് സൊല്യൂഷൻ നമ്മൾ കുറച്ച് മഡ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചു. സോ യു ക്യാൻ ലുക്ക് അറ്റ് ത്രീ സൊല്യൂഷൻസ്. വി ക്യാൻ സീ ദാറ്റ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സോൾട്ട് കാണാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ ട്രൂ സൊല്യൂഷൻ ആണ്. അതിൽ സോൾട്ട് എവിടെ, സൊല്യൂഷൻ എവിടെ കാണാൻ പറ്റില്ല. ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ? ഇതെന്താണ്? ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു മിക്സ്ചർ. വി കനോട്ട് ഐഡൻറ്റിഫൈ വേർ ദ പാർട്ടിക്കിൾസ് ആർ. ഇനി മിൽക്ക് എടുക്കാം. മിൽക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ഇറ്റ്സ് ലൈക്ക് വി ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് എ ഹോമോജീനിയസ്. നെവർ കൺഫ്യൂസ് ദ ടേം വിച്ച് ഐ എം യൂസിങ്. ഇനി അത് പറയുന്നത് അയ്യോ മാം പറഞ്ഞു അത് മിൽക്ക് നോ, ഐ എം നോട്ട് ടെലിംഗ് മിൽക്ക് ഇസ് എ ഹോമോജീനിയസ്. ബൈ ലുക്കിംഗ് അറ്റ് വി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഹോമോജീനിയസ്. നമുക്ക് നോക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യും? വാവ്, മിൽക്കിൽ ഒരു പാർട്ടിക്കിൾസും എനിക്ക് കാണുന്നില്ല, നമുക്കൊരു ബൗണ്ടറി ഒന്നുമില്ല, പ്യോർ മിൽക്ക്. Now I am taking a mud solution. മഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അല്ലേ? മഡ് താഴെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വാട്ടർ ഉണ്ടാവും, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് നിൽക്കണം. Now the next experiment, I am just passing a light from a torch. ടോർച്ചിലുള്ളൊരു ലൈറ്റ് ഞാൻ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ് കേട്ടോ. സോ ഐ കനോട്ട് സീ എ ബീം ഓഫ് ലൈറ്റ്. എനിക്ക് ഇതിൽ റേ ഓഫ് ലൈറ്റ്, ആ ഒരു റേ ഓഫ് ലൈറ്റിൻ്റെ പാത്ത് എനിക്ക് സോൾട്ട് സൊല്യൂഷൻ, അതായത് പ്യോർ സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. But I can see the path of the light through milk, and I can see the path of the light through this mud solution. കാര്യം മനസ്സിലാവുന്നുണ്ടോ? So I am passing light through these three solution. I cannot see the path of the light. ലൈറ്റ് പോകുന്ന ആ ഒരു പാത്ത് എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഇതിൽ എനിക്ക് പാത്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇതിൽ പാത്ത് കാണാൻ പറ്റുന്നുണ്ട്. വെൻ വി ക്യാൻ സീ ദി പാത്ത് ഓഫ് എ ലൈറ്റ്, എപ്പോഴാണ് നമുക്കൊരു ലൈറ്റിൻ്റെ പാത്ത് കാണാൻ പറ്റുന്നത്? ലൈറ്റ് പോകുന്ന വഴി. വെനെവർ there are particles ഉണ്ടാകുമ്പോൾ it can scatter the beam of light, thereby we can see the path of light. ഒരു ലൈറ്റിൻ്റെ പാത്ത് എപ്പോഴാണ് നമ്മൾ കാണുകയെന്ന് വെച്ചാൽ ആ ലൈറ്റ് പോകുമ്പോൾ അത് പോകുന്ന പാത്തിൽ ഇൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യും ലൈറ്റിന്, ആൻഡ് thereby we can see the path of light. അപ്പോൾ ഈ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഹോമോജീനിയസ് സൊല്യൂഷനിൽ we can see that പാർട്ടിക്കിൾസ് വളരെ മൈന്യൂട്ടാണ്. സോ അവിടെ എന്ത് നടക്കുന്നില്ല? പാർട്ടിക്കിൾസ് അവിടെ സ്കാറ്റർ ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് മിൽക്ക് വി ക്യാൻ സീ ദ പാത്ത് ഓഫ് ദി ലൈറ്റ് ദാറ്റ് മേക്ക് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ മിൽക്ക് ദർ ആർ പാർട്ടിക്കിൾസ്. മിൽക്കിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ആണ് സ്കാറ്ററിങ് ദ ബീം ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പാസിങ് ത്രൂ ഇറ്റ്. അപ്പം എന്ത് മനസ്സിലായേ? ഈ ഒരു മിൽക്ക് വി ഫീൽ ഇറ്റ് ഇസ് എ ഹോമോജീനിയസ്. നോ, ഇറ്റ് ഇസ് എ ഹെട്രോജീനിയസ് സൊല്യൂഷൻ. അതെന്താണ്? ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹെട്രോജീനിയസ് സൊല്യൂഷൻ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വി ഫീൽ ദാറ്റ് മിൽക്ക് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പാർട്ടിക്കിൾ. നോ, മിൽക്ക് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് ലൈക്ക് ഫാറ്റ്, പ്രോട്ടീൻസ് പോലത്തെ പാർട്ടിക്കിൾസ് മിൽക്കിലുണ്ട്. ആൻഡ് ദീസ് പാർട്ടിക്കിൾസ് വിച്ച് വി കനോട്ട് സീ വിത്ത് അവർ നേക്കഡ് ഐ, നമുക്കൊരിക്കലും അവരെ കാണാൻ പറ്റുന്നില്ല, അവർ സെറ്റിലാവുന്നുമില്ല. നമ്മളിപ്പോൾ എത്രയൊക്കെ മിൽക്ക് നമ്മൾ സ്ട്രെയിനറിൽ കൂടെ പാസ് ചെയ്താലും ആ പാർട്ടിക്കിൾസ് ഒരിക്കലും സെറ്റിലാവുന്നില്ല. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക?
colloidal solution. So what is meant by a colloidal solution? A colloidal solution is a heterogeneous combination of two or more components which does not settle, but they can scatter a beam of light, or when a light is passed through these solution, we can see the path of the light. It is because these particles scatter the beam of light passing through it. So milk is a colloidal solution. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ, ഡീറ്റെയിൽ ആയിട്ട് കൊളോയിഡൽ സൊല്യൂഷൻസ് എന്താണെന്ന്. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷൻ അല്ല. വി ഫീൽസ്, നമുക്ക് തോന്നും എന്ത്, ദേ ആർ ലൈക്ക് ഹോമോജീനിയസ്, ബട്ട് ദേ ആർ നോട്ട്. ദേ ആർ ഹെട്രോജീനിയസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ക്യാൻ സ്കാറ്റർ, ഓർ ദി സൈസ് ഓഫ് ഈ ഒരു സൈസ് ഓഫ് ദി പാർട്ടിക്കിളാണ് ഓരോ ഗ്രൂപ്പിനെയും, അല്ലെങ്കിൽ ഇത് ട്രൂ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഇത് കൊളോയിഡൽ ആണ്, അല്ലെങ്കിൽ നമ്മളിനി പറയും ഒന്നുകൂടെ സസ്പെൻഷൻ. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ്, ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. First one, it is a heterogeneous mixture. It's a heterogeneous mixture of two or more components. Heterogeneous mixture of two or more components. The size of the particles are very small, which we cannot see with our naked eye. Size of the particle is very small. ഈ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, മിൽക്ക്. പിന്നെ എല്ലാ ആൻസറും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് very small, we cannot see with our naked eye. ഒന്ന്, the particles do not settle. The particles do not settle. അവരെന്ത് ചെയ്യുന്നില്ല, അവർ സെറ്റിൽ ആവില്ല പാർട്ടിക്കിൾസ്. അടുത്ത പോയിന്റ് എന്താ, the particles, or we can see the path of the light. We can see the path of the light. We can see the path of the light. If we are passing a light through it, we can see the path of the light. Why we can see the path of the light? It is because the particles inside the colloids scatter the light, and thereby we can see the path of the light. And the last point, these substances, or these colloidal substances, cannot be separated by the method of filtration. നമ്മൾ സാധാരണ ഇപ്പം മഡ് ആൻഡ് വാട്ടർ അല്ലേ, മഡിന് എനിക്ക് ഈസി ആയിട്ട് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ്, എനിക്കൊരു സ്ട്രെയിനർ വെച്ചാൽ എന്ത് ചെയ്യുക, ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ്. ഇനി ഞാൻ എങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ യൂസ് ചെയ്താലും ഐ കനോട്ട് സെപ്പറേറ്റ് ദീസ് കൊളോയിഡൽ സബ്സ്റ്റൻസസ്. കൊളോയിഡലിലുള്ള പാർട്ടിക്കിൾസിന് എനിക്ക് നോർമൽ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. So these are the main properties of colloidal solution. So what is a colloidal solution? Colloidal solution is a heterogeneous mixture of two or more components in which the size of the particle is very small, we cannot see with our naked eye, then they do not settle, and we can see the path of the light traveling through this colloidal solution, and they cannot be separated by the method of filtration. Clear? ഇത്രയേ ഉള്ളൂ കൊളോയിഡൽ സൊല്യൂഷൻ. എക്സാമ്പിൾ എന്താ, മിൽക്ക് ഇസ് എ കൊളോയിഡൽ. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുതരാം. മിൽക്ക് ഇസ് എ കൊളോയിഡൽ സൊല്യൂഷൻ. ഇനി ഇതിൽ ഏറ്റവും നല്ലൊരു ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്നുള്ളത്, അതാണ് ടിൻഡാൽ എഫക്റ്റ്. എന്താണ് ടിൻഡാൽ എഫക്റ്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ടിൻഡാൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ +1 +2 ഒക്കെ ഈ ഒരു ടേം പഠിക്കുന്നുണ്ട്. സോ യു ഷുഡ് നോ വാട്ട് ഇസ് മീൻ ബൈ ടിൻഡൽ എഫക്റ്റ്, ടിൻഡാൽ എഫക്റ്റ്. പല പ്രൊനൗൺസിയേഷനാണ്. ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നവരുണ്ട്, ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് മീൻ ബൈ ടിൻഡൽ എഫക്റ്റ്. We are going to discuss about a simple but very important topic, that is Tintel Effect. എന്താണ് Tintel Effect? ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ വീട് നല്ല ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ചെറിയൊരു നാരോ ആയിട്ട് എന്തെങ്കിലും ചെറിയ ഒരു നമ്മുടെ വിൻഡോസിൻ്റെ ചെറിയ ഹോൾസോ അല്ലെങ്കിൽ ചെറിയ പോയിൻ്റ് ഉള്ളിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ ബീം ഓഫ് ലൈറ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നല്ല ഡാർക്കായിട്ടുള്ള റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടിരിക്കുന്ന റൂമിൽ പതുക്കെ പുറത്തുനിന്ന് സൺലൈറ്റ് വരുമ്പോൾ ആ സൺലൈറ്റ് ഇങ്ങനെ സൺലൈറ്റിൻ്റെ പാത്ത് നമുക്ക് നമ്മുടെ റൂമിൽ കാണാൻ പറ്റും. ദ സെയിം തിങ്, അതായത് നമ്മളൊരു നല്ലൊരു ഫോറസ്റ്റിൽ പോയിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്കിവിടെ ഒരു പിക്ചർ കാണാം. ഒരു ബീം ഓഫ് ലൈറ്റ് ആ ഒരു എല്ലാ ബ്രാഞ്ചസിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് നമുക്കിങ്ങനെ ആ റേ ഓഫ് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഒരു കാണാൻ പറ്റുന്നത്?
It is because when light is passing, light നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് the dust particle present in that scatter the beam of light. അതായത് ആ ലൈറ്റിനെ എന്ത് ചെയ്യുക, ലൈറ്റ് റേസിന് സ്കാറ്റർ ആവുക. ആരാണ്? the dust particle which is present in the atmosphere scatter the light and thereby we can see the path of the light. അതുകൊണ്ടാണ് ആ നാരോ ഹോളിൽ കൂടെ വരുന്ന ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവിടെയുള്ള എയർ പാർട്ടിക്കിൾസ് അവരെ സ്കാറ്റർ ചെയ്യുകയാണ്. അപ്പം ആ ഒരു എഫക്റ്റിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ മിൽക്കിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദി ബീം ഓഫ് ലൈറ്റ് ഓർ ദി പാത്ത് ഓഫ് ദ ലൈറ്റ്. ഹൗ വി ക്യാൻ സീ? ബിക്കോസ് ദി പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ സ്കാറ്റർ. ദ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ സ്കാറ്റർ ദി light and thereby we can see the path of the light, and this property of the colloidal particles are known as Tintel effect. അത് എന്താണ് Tintel effect? ഒരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ഷോൺ ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ. എങ്ങനെ അവർ കാണിക്കുന്നത്? ദി ക്യാൻ സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. സച്ച് പ്രോപ്പർട്ടീസ് നോൺ ആസ് Tintel effect. എക്സാമ്പിൾ ഇതും ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ Tintel effect with an example. We can see a narrow beam of light passing through a dark room. It is because the dust particles present in that atmosphere just scatter the beam of light and thereby we can see the path of the light. It is a property of the particles present in a colloidal. അല്ലെ കൊളോയിഡലും അതേപോലെ സസ്പെൻഷൻ. നമ്മൾ എന്താ സസ്പെൻഷൻ സൊല്യൂഷൻ എന്നുള്ളതും പറയും. അപ്പോൾ ഇതാണ് Tintel effect. It is shown by the particles in a colloidal solution. Clear ആണോ? Tintel effect എന്താ? വെരി ഇമ്പോർട്ടൻറ്റ്. അധികം 1 മാർക്ക് 2 മാർക്കിന് വിത്ത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊളോയിഡ്. നമ്മൾ ഈ സൊല്യൂഷൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു രണ്ട് ടേംസ് നമ്മൾ പറഞ്ഞു, സൊല്യൂട്ട് എന്നും സോൾവെൻ്റ് എന്നും അല്ലേ. ഒരു സൊല്യൂഷൻസിൽ വി നോ ദാറ്റ് എ സൊല്യൂട്ട് ഇസ് ദ സോൾവെൻ്റ് ഇസ് ദ. അതേപോലെ ഇവർക്ക് ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ ദർ ആർ 2 parts in a colloidal solution. We can call them as dispersed phase and dispersion medium. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം? ഇത് ശരിക്കും എളുപ്പമാണ് ചിന്തിക്കാൻ. ഇറ്റ്സ് വെരി ഈസി ഫോർ us to remind us. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ. എന്താണ്? ഏത് പാർട്ടിക്കിൾസ്. അപ്പം ഇത് ശരിക്കും സൊല്യൂട്ടും ഡിസ്പേർഷൻ മീഡിയം ഏതിലാണ് ഈ പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് ആവുന്നത്. സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സോൾവെൻറ്റ്. പക്ഷേ നമ്മൾ ഈ കൊളോയിഡൽ സൊല്യൂഷൻ ആയതുകൊണ്ട് വി വിൽ യൂസ് ദി ടേം ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പേർഷൻ മീഡിയം. We use 2 terms, dispersed phase and the dispersion medium. Or so what is meant by dispersed phase? The substance which get dispersed. ഏത് സബ്സ്റ്റൻസ് ആണ് ഡിസ്പേഴ്സ് ആവുന്നത്? The substance in which the particles get dispersed are known as the dispersion medium. അതായത് ഏത് മീഡിയത്തിലാണ് ആ സബ്സ്റ്റൻസ് ഡിസ്പേഴ്സ് ആയിരിക്കുന്നത്. നമുക്ക് ഡിസോൾവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഡിസോൾവ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി അവർ ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് വി കനോട്ട് സീ ദം. അപ്പോൾ ആ ഒരു മീഡിയത്തിന് ഡിസ്പേർഷൻ മീഡിയം എന്നും ഫേസിനെ അതായത് സബ്സ്റ്റൻസസ് ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് അവരെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും പറയും. ഇനി നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ് ബേസ്ഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിനെ വെച്ചിട്ടും അതായത് സോളിഡ് ആണോ ലിക്വിഡ് ഡിസ്പേർഷൻ മീഡിയത്തിനെ വെച്ചിട്ടും we are going to classify the substances. കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ സൊല്യൂഷൻസ് പറഞ്ഞപ്പോൾ സോളിഡ് സൊല്യൂഷൻ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ, അതേപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും നേച്ചർ അനുസരിച്ച് we are going to classify them. So you can see the chart here and it is very important to study that. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ചാർട്ട് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കിക്കേ. അപ്പം നോക്കിക്കേ, നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം ആ ഒരു പേര് അവർക്ക് എന്ത് പേരാണ് നമ്മൾ കൊടുക്കുന്നത്? അവർ എക്സാമ്പിൾസ് ഇതാണ് നമ്മളിതിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ യു ക്യാൻ സീ ദറ്റ് ഡിസ്പേഴ്സ്ഡ് ഫേസ് തന്നെ ആരാണ് ഇതിൽ ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്നത്, ഏത് പാർട്ടിക്കിളാണ് ഉള്ളത്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ലിക്വിഡിൽ അതായത് എന്തിലാണ് ഇവർ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് ആണ്, അതായത് ലിക്വിഡിൻ്റെ ഉള്ളിൽ കുറേ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, അതായത് ഇതൊക്കെ സൊല്യൂഷൻസ് ആണ്. എന്ത് സൊല്യൂഷൻസ് ആണ്? കൊളോയിഡൽ സൊല്യൂഷൻസ്. സോ ഇഫ് ദ ഡിസ്പേർഷൻ മീഡിയം ഇസ് ലിക്വിഡിൽ ഗ്യാസ് ഉണ്ടാകുന്നത്. ലിക്വിഡിലെ ഗ്യാസ് നിങ്ങൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മുടെ ഫോമുകളൊക്കെ ഇല്ലേ, നിങ്ങളുടെ ഷേവിങ് ഫോം, ഇതൊക്കെ എന്താ ഒരു കൊളോയിഡൽ. അതിലെന്താ മെയിനായിട്ട് നമ്മൾ കാണുന്നത്? ലിക്വിഡ് പോലെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് കൊളോയിഡൽ ഏതൊക്കെയാണ്? സോപ്പിൻ്റെ ലാദർ ലിക്വിഡാണ്, അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ബബിൾസ് ഉണ്ട്. വിപ്ഡ് ക്രീം, നമ്മൾ ഈ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വിപ്ഡ് ക്രീം ഇല്ലേ, അതെന്താ? അത് ശരിക്കും നമുക്ക് ലിക്വിഡ് ഫോമിൽ കാണും, ബട്ട് ഇൻസൈഡ് ഇറ്റ് വിൽ ബി ലൈക്ക്
ഗ്യാസാണ്. പിന്നെ സോഡ വാട്ടർ, അതും എന്താണ്, ലിക്വിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ്. ഫ്രോത്ത്, പതകൾ, നമ്മൾ കാണുന്ന ഈ സോപ്പിൻ്റെയൊക്കെ പതകളൊക്കെ ഇല്ലേ, ഫ്രോത്തുകളൊക്കെ എന്താണ്, ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഫോം. അപ്പോൾ അങ്ങനെയുള്ള കൊളോയിഡൽ സൊല്യൂഷനെ നമ്മൾ എന്താ പറയുക, ഫോം. ഇനി ഗ്യാസ് ഇൻ സോളിഡ്, സോളിഡാണ്, അവിടെ ഡിസ്പേർഷൻ ഇടും, സോളിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ്. അതിന് നമ്മൾ എന്ത് പറയും, ഈസി ആയിട്ട് സോളിഡ് ഫോം എന്നാണ് പറയുക. എന്താ പറയുക, സോളിഡ് ഫോം എന്ന് പറയും. നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് കാണുമ്പോൾ ആസ് എ സോളിഡ് ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ, ഗ്യാസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയ ചെറിയ ഹോൾസ് ആയിട്ട് കാണുന്നില്ല, കേക്ക് തുറക്കുമ്പോൾ എന്തുണ്ടാ, ഗ്യാസ് ബബിൾസ് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. സോ സോളിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ് വരുന്നത് കേക്ക്, ബ്രെഡ്. അതേപോലെ പ്യൂമിക് സ്റ്റോൺ ഉണ്ട്. പ്യൂമിക് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലിലൊക്കെ ക്രാക്സ് ഒക്കെ വരുമ്പം ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ യൂസ് ചെയ്യും. അതേപോലെ ഷേവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില ഇവരൊക്കെ പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യാറുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ സോളിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ് ആണ് ഉള്ളത്. സോ ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് സോളിഡ് ഫോം. ദെൻ കംസ് ലിക്വിഡ് ഇൻ ഗ്യാസ്. ഗ്യാസിൻ്റെ ഉള്ളിൽ ലിക്വിഡ്, ഗ്യാസിൻ്റെ ഉള്ളിൽ ലിക്വിഡ് എന്താ, എയറോസോൾ എന്നാണ് പറയാം. നമ്മൾ കേട്ട ഒരു ടേമാണ് അല്ലേ, എയറോസോൾ. ഏതൊക്കെയാണ്, നമ്മുടെ മിസ്റ്റ്, ഫോഗ്, ക്ലൗഡ്സ്. മിസ്റ്റ് എന്നൊക്കെ പറയാൻ നിങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പറയാം മിസ്റ്റി കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഫോഗിയാണ്. ഫോഗി എന്താ, ഗ്യാസിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ്. അപ്പോൾ അവരെന്താ നമ്മൾ പറയാം, എയറോസോൾ. ദെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ്, അവരെന്താ പറയുക, ഇമൽഷൻ. അപ്പോൾ എന്താണ് ലിക്വിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡിൻ്റെ ഉള്ളിൽ ലിക്വിഡ് എന്താണ്, അവരെന്താ പറയുക, എമൽഷൻ. നമ്മുടെ മിൽക്ക്, നമുക്ക് മിൽക്കിനുള്ള പ്രോട്ടീൻ, ഫാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ലിക്വിഡ് ഫോമിൽ തന്നെയാണ്. പിന്നെ ക്രീം, ബട്ടർ, ഓയിൽ ഇൻ വാട്ടർ, ദീസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എമൽഷൻ. അപ്പം എമൽഷൻ എളുപ്പമല്ലേ, ലിക്വിഡ് ഇൻ ലിക്വിഡ്. ഇനി സോളിഡിൻ്റെ ഉള്ളിൽ ലിക്വിഡ്, നമ്മൾ സോളിഡ് നേരത്തെ ഗ്യാസ് ആണ് പറഞ്ഞത്, സോളിഡിൻ്റെ ഉള്ളിൽ ലിക്വിഡ്. ഇത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. നമ്മുടെ ജെല്ലുകളൊക്കെ അല്ലേ, നമ്മുടെ ഹെയർ ജെൽസൊക്കെ, അതൊക്കെ എന്ത് കാറ്റഗറിയിലാണ് വരുന്നത്, സോളിഡ് ടെക്സ്ചറാണ്, ബട്ട് ദേ കണ്ടെയ്ൻ ഇൻസൈഡിൽ ലിക്വിഡ്സ് ഉണ്ട്. അപ്പോൾ അതിലാണ് കേർഡ്, ചീസ്, ജെല്ലീസ്, നമ്മുടെ പോളിഷസ്, ബട്ടർ, ഇതൊക്കെ ഏതിലാണ് വരുന്നത്, ജെൽ കാറ്റഗറിയിലാണ്. പിന്നെ ഗ്യാസാണ് മെയിൻ ആയിട്ടുള്ള, അതിൽ സോളിഡ് പാർട്ടിക്കിൾസ്, അതും നമ്മൾ സോളിഡ് എയറോസോൾ എന്നാണ് പറയുന്നത്. സ്മോക്ക്, ഡസ്റ്റ് ഒക്കെ വരുന്നത് ആ കാറ്റഗറിയിലാണ്. ദെൻ ലിക്വിഡിൻ്റെ ഉള്ളിൽ സോളിഡ്, ലിക്വിഡിൽ സോളിഡ്സ് വരികയാണ്, സോൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവരെ സോൾസ് എന്ന് പറയും. സോളിഡ് ഇൻ ലിക്വിഡാണ്. പെയിൻറ്റുകളൊക്കെ കണ്ടിട്ടില്ല, അതിലെങ്ങനെയാണ് നമുക്ക് ലിക്വിഡായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അതിലെന്താ, നമുക്കറിയാം കളേഴ്സ് കൊടുക്കാനുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇങ്കുകൾ, അതൊക്കെ എന്താണ്, ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡാണ്. ഇനി സോളിഡ് അവരെ നമ്മൾ എന്താ പറയുക, സോളിഡ് സോൾസ് എന്നാണ് പറയുക. എന്താ, സോളിഡ് സോൾസ് എന്നാണ് പറയുക. സോളിഡ് ഇൻ സോളിഡ് എലോയ്സ് ഉണ്ട്, കളേർഡ് ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിനൊക്കെ കളേഴ്സ് കൊടുക്കുന്ന എന്താ, ചെറിയ കെമിക്കൽ കോമ്പൗണ്ട്സ്, നമ്മൾ സോളിഡ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് മിക്സ് ചെയ്തിട്ടാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ്സ് തന്നെയാണ്. പിന്നെ ജെം സ്റ്റോൺസ്, നമ്മുടെ പ്രഷ്യസ് സ്റ്റോൺസ് ഇല്ലേ, നമ്മൾ പറയുന്ന ജെം സ്റ്റോൺസ് ഒക്കെ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ദിസ് ടൈപ്പ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് നല്ലോണം പഠിക്കണം, കാര്യം ഇത് 1 മാർക്ക് 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ എന്താണ് ഈ സോൾസിന് എക്സാമ്പിൾ, അതായത് സോൾസിന് എക്സാമ്പിൾ വയ്ക്കും, ജെല്ലിന് എക്സാമ്പിൾ വയ്ക്കും, വാട്ട് ഈസ് എ ജെൽ, വാട്ട് ഈസ് ഇമൽഷൻ. അപ്പോൾ നമ്മൾ പറയണം ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പേർഷൻ മീഡിയം ഇസ് ലിക്വിഡ് ഫോർ എമൽഷൻ, എക്സാമ്പിൾ മിൽക്ക്, ക്രീം, ബട്ടർ. അപ്പോൾ ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിൻ്റെ പേരുകൾ, അതായത് എന്താണ് ഫോം, എന്താണ് സോളിഡ് ഫോം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. സോളിഡ് ആയിട്ടുള്ളതിൽ ഗ്യാസ്, സോളിഡാണ് അതിലെ മെയിൻ ആൾ. എയറോസോൾ 2 ഉണ്ട്, സോളിഡ് എയറോസോളും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്യാസാണ് അതിൽ മെയിൻ ആൾ. എയറോസോൾ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഉണ്ടാവും, സോളിഡ് എയറോസോൾ എന്ന് പറയുമ്പം സോളിഡ്സ് ആയിരിക്കും ഗ്യാസിലുണ്ടായിരിക്കുന്നത്. എമൽഷൻ നമുക്ക് എളുപ്പമാണ്, ജെല്ലും നമുക്ക് എളുപ്പമാണ്, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സോളിഡിൽ ലിക്വിഡ് കണ്ടൻസ്. അപ്പോൾ ഇത്രയാണ് ഈ കാര്യങ്ങൾ, ഇത് നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ മനസ്സിലായല്ലോ. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വെരി സിമ്പിൾ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 സൊല്യൂഷൻസിൻ്റെ നേച്ചർ പഠിച്ചു, ട്രൂ സൊല്യൂഷൻസിൻ്റെയും നമ്മൾ ഇപ്പോൾ എന്തിൻ്റെയും പഠിച്ചു, നമ്മൾ കൊളോയിഡൽ. നൗ കംസ് ടു സസ്പെൻഷൻ. ഇറ്റ്സ് വെരി ഈസി. സസ്പെൻഷൻ, മഡ് ഇൻ വാട്ടർ, ചോക്ക് ഇൻ വാട്ടർ, ഫ്ലോർ. അതായത് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വല്ല നമ്മുടെ വീറ്റ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ പേറ്റൻറ്റ് ഫ്ലോർ, നമ്മുടെ മൈദ, അതായത് നമ്മുടെ അങ്ങനത്തെ ഫ്ലോറുകളൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, സസ്പെൻഷൻ. അപ്പോൾ എന്താണ് ഈ സസ്പെൻഷൻ? സസ്പെൻഷൻ സിമ്പിളാണ്. ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലേ. അത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components in which they don't intermix each other. അവരെന്തായിരുന്നില്ല, അവർ മിക്സ് ആവുന്നൊന്നുമില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്പെൻഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഇനി എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം.
It is a heterogeneous composition of two or more components. Second property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the particles can easily be seen with our naked eye. നമുക്ക് ഈസി ആയിട്ട് അതിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? They can scatter a beam of light. The beam, we can see the path of the light passing through. എന്തുകൊണ്ടാ? The beam of the light അവർ സ്കാറ്റർ ചെയ്യും. So we can see the path of the light. പിന്നെ they can easily be separated by simple filtration. അവരെ ഈസി ആയിട്ട് ഫിൽട്രേഷൻ വഴി തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ സസ്പെൻഷൻ്റെ മെയിൻ. So we have discussed about suspension, colloidal solution in this class. അപ്പോൾ നന്നായി പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ലെസൻ്റെ മെയിൻ പോർഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ വൈസ് ആണ് പറയാനുള്ളത്. ഹൗ വി ആർ ഗോയിങ് ടു സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. അത് കുറച്ച് നല്ലോണം മനസ്സിലാക്കണം. കാരണം നമുക്കിവിടെ ഞാൻ പറഞ്ഞു, ഇഫ് യു ആർ ഇൻ യുവർ സ്കൂൾ യു ക്യാൻ സീ ഇറ്റ് ബൈ ദ ലബോറട്ടറി മെത്തേഡ്. പക്ഷെ നമുക്കിവിടെ ലാബിൻ്റെ മെത്തേഡ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിത് തിയറി ആയിട്ട് തന്നെ കേട്ട് പഠിക്കും. ദെൻ യു ക്യാൻ ചെക്ക് ഇൻ ദ യൂട്യൂബ് ആൻഡ് ഓൾ മെനി വീഡിയോസ് ആർ ദേ. നിങ്ങൾ ഇങ്ങനെ തന്നെ അടിച്ച ക്രൊമാറ്റോഗ്രഫി ഓരോ ടെക്നിക്സ് ഉണ്ട്, ഞാൻ പറയുമ്പോൾ പറഞ്ഞുതരാം. സോ യു ക്യാൻ ചെക്ക് ഇൻ ദ യൂട്യൂബ് ഇറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കാണുന്ന പോലെ ആവില്ല ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിയറി മാത്രമേ കിട്ടത്തുള്ളൂ. സോ യു ജസ്റ്റ് ഗോ ത്രൂ ദീസ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. സോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി മോർ ഡിസ്കസിങ് ഓൺ ദാറ്റ്. സോ listen, study properly, and if you have any doubt you can ask in the comment section, share to your friends also. Okay, thank you.